നമസ്കാരം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു കുട്ടികളുടെ മാരേജിനുള്ള ഫണ്ട് പ്ലാൻ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ ജനിച്ചു കഴിയുമ്പോൾ മിക്ക ആളുകളും ചിന്തിക്കാത്തൊരു കാര്യമാണ്. മിക്കവരും എഡ്യൂക്കേഷനെ പറ്റി ചിന്തിക്കും. എന്നാൽ കുട്ടികൾ എസ്പെഷ്യലി പെൺകുട്ടികളാണെങ്കിൽ ചിലർ ചിന്തിക്കും ഇനി പെൺകുട്ടി വളർന്ന് വലുതാകുമ്പോൾ അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം. പക്ഷേ ആൺപിള്ളേരാകുമ്പോൾ മിക്കവരും ശ്രദ്ധിക്കില്ല അത് പോട്ടെ എന്നുള്ളത്. പക്ഷേ നമ്മളൊന്ന് ഒരു സെൻസിബിളായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കുട്ടികളുടെ കല്യാണമൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഫണ്ട് സ്വരൂപിക്കാനും അത് ഈസി ആയിട്ട് നമുക്ക് ആ കോർപ്പസ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾക്ക് നോക്കേണ്ടതുള്ളൂ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും മിക്ക ആളുകളും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എങ്ങനെ ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ള പറ്റി നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണണമെങ്കിൽ ഒരു ഉപകാരമായിരിക്കും എങ്ങനെ എഡ്യൂക്കേഷൻ ഫണ്ട് നമ്മൾ ഉണ്ടാക്കി വയ്ക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇനി ആൺകുട്ടികൾക്കും വേണ്ടിയിട്ട് ഇത് ചെയ്യാം. ഇൻ കേസ് നമുക്കൊരു പ്ലാനുണ്ട് കുട്ടികളുടെ കല്യാണത്തിൻ്റെ ടൈമിൽ എനിക്ക് എന്തെങ്കിലും സഹായം അവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാം. ഇനി അതല്ല പെൺകുട്ടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് രണ്ട് കാര്യങ്ങളാണ് പെൺകുട്ടികളുടെ മാരേജ് ആകുമ്പോൾ വരുന്നത്. ഒന്ന് കുറച്ച് ഗോൾഡ്, പിന്നെ കുറച്ചധികം ഗോൾഡ്, പിന്നെ ഒരു ഫണ്ട് വേണം. അത് എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഇനി അടുത്തൊരു 20 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ മാരേജിന് ഫണ്ട് മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എങ്ങനെ മാരേജിന് ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതേമാതിരി നമ്മൾ പല വീഡിയോയിൽ നമ്മൾ എങ്ങനെ SIP ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടുണ്ട്. ഈ SIP ടെക്നിക്ക് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കേണ്ടത് ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത്. അപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഗോൾഡ്, പിന്നെ എന്താണ് മണി, റൈറ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഗോൾഡിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഗോൾഡ് രണ്ട് വിധത്തിലാക്കാം. ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഗോൾഡ് വാങ്ങി വയ്ക്കാം. ഞാൻ ഇത് എൻ്റെ ഒരു റിലേറ്റീവ് ചെയ്ത് കേട്ടിട്ടുണ്ട്. ആൾ ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ചാൽ പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മാസവും പുള്ളി ഓരോരോ കോയിൻ വാങ്ങി വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കല്യാണത്തിൻ്റെ ടൈമായപ്പോൾ അത്യാവശ്യം നല്ല കോയിൻ അവർക്കുണ്ടായിരുന്നു. ആ കോയിൻ എന്നെ ഉപയോഗിച്ചിട്ടാണ് അവർ എക്സ്ചേഞ്ച് ചെയ്ത് ഗോൾഡ് ജ്വല്ലറി വാങ്ങാൻ കല്യാണത്തിനുള്ള ഗോൾഡ് ജ്വല്ലറി നല്ലൊരു ശതമാനം ഈ പർട്ടിക്കുലർ നിക്ഷേപത്തിൽ നിന്ന് അവർ സ്വരൂപിച്ചെടുത്ത്. ഈ സെയിം സാധനം തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എന്നാണോ മോള് ജനിച്ചെന്ന് തുടങ്ങി അന്ന് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഗോൾഡ് SIP ഉണ്ട്, ഗോൾഡ് ETF SIP. അത് ഞാൻ റെഗുലറായിട്ട് എല്ലാ മാസവും വെച്ച് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കഴിഞ്ഞ ഒരു 6-7 വർഷം ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു വലിയ ഗ്രോത്ത് ഒന്നുമില്ല. ഇപ്പോൾ മിക്കവരും പറയുന്നത് എന്ത് ഗ്രോത്താണ് ഇതിലുള്ളത്, 3%, 4% ഗ്രോത്തേ ഉള്ളൂ. പക്ഷേ ഈ വർഷം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് നടന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 26%, 20% എന്താണ് ഗോൾഡിൽ ഗ്രോത്ത് ഉണ്ട്. ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരു ടെംപ്റ്റേഷനാവും ആ ഫണ്ട് വിറ്റ് അത് എന്തെങ്കിലും ചെയ്യാനായിട്ട്. കാരണം ഇത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മകളുടെ കല്യാണ ടൈമിലെ ആ ഫണ്ട് ഞാൻ വിൽക്കുകയുള്ളൂ. ഇനി വേറെ ഒരു കാര്യത്തിനും ഈ ഫണ്ട് ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഈ ഒരു കേസ് നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് കുട്ടികൾ ജനിക്കുമ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ കുട്ടികൾ ജനിച്ചൊരു വയസ്സാണെങ്കിൽ ഇപ്പം ചേരാം. എന്നിട്ട് ഗോൾഡിൽ ഉള്ള ഒരു ETF-ൻ്റെ SIP. ഞാൻ SIP എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം SIP ആണെങ്കിൽ മാസം ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ചെയ്ത് പോയി AMCs തന്നെ നമുക്ക് വേണ്ടി ഫണ്ട് വാങ്ങി വെച്ചോളൂ. അപ്പോൾ നമ്മളൊന്നും അറിയണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. നമ്മുടെ സാലറി വരും, ബാങ്കിൽ ഡെബിറ്റ് ആവും, ബാങ്കിൽ നിന്ന് ഇലക്ട്രോണിക് സേവിങ്സ് മുഖേന AMCs ഫണ്ട് എടുക്കും, ഫണ്ട് വാങ്ങി വയ്ക്കും. നമ്മളൊന്നും അറിയാണ്ട് ഫണ്ട് അവിടെ അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം എത്ര വെച്ച് ഫണ്ട് ചെയ്യണം. നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ 2000 രൂപ മാസം വെച്ച് അടയ്ക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂട്ടിയിടുന്നുണ്ടെങ്കിൽ 5000 വെച്ച്. നമ്മുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഗോൾഡ് SIP-യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നല്ലൊരു രീതിയിൽ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു 4000 രൂപയ്ക്കടുത്താണ് 1 ഗ്രാമിന് ഗോൾഡിന് വിലയുള്ളത്. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഒരു വർഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ 12 ഗ്രാമിൻ്റെ ഗോൾഡ് അവിടെ അക്യുമുലേറ്റ് ആവും. ഇൻ കേസ് നമുക്ക് 20 വർഷത്തേക്കാണ് നമ്മുടെ കുട്ടിക്ക് ഇപ്പോൾ ഒരു 20 വയസ്സാകുമ്പോൾ കേട്ടിക്കാലും ആവശ്യം വരും. അപ്പോൾ ഒരു കുട്ടി ജനിച്ച് 20 വയസ്സാകുമെന്ന് പറയുമ്പോൾ ഇൻറ്റു 20 എന്ന് വെച്ചാൽ ഒരു 240 ഗ്രാം ഇങ്ങനെ തന്നെ
ഗോൾഡ് അക്യൂമുലേറ്റ് ആവും കല്യാണം വരുമ്പോഴേക്കും. പിന്നെ ഈ ഒരു ഗോൾഡിൻ്റെ ടെൻഷൻ നമുക്ക് ഒത്തിരി കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇതേമാതിരി ഒന്ന് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണമെങ്കിൽ. ഇനി ഗോൾഡിൻ്റെ കാര്യം സോൾവായി. ഇനി നമ്മൾ മണിക്ക് മണി തന്നെ വേണം. അപ്പോൾ ഇത് നമുക്ക് കല്യാണത്തിൻ്റെ ടൈമിൽ നമുക്ക് എങ്ങനെയായാലും നമ്മൾ പണം നമുക്ക് അക്യൂമുലേറ്റ് ചെയ്തൊക്കെ എടുത്തെടുക്കാൻ പറ്റും. പക്ഷേ ഇതൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ടൊന്ന് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ ഒരു ഫാമിലി സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് എത്ര രൂപ കല്യാണം കഴിക്കാനായിട്ട് വരും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇതൊരു 20 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പണപ്പെരുപ്പം മുഖേന എത്ര രൂപ ആയിരിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര രൂപ 20 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് പണം ആവശ്യമുണ്ടെന്നുള്ളത്. അത് കണക്കാക്കി ഇപ്പോൾ ഒരു SIP ചേരാം. ഇപ്പോൾ ഞാനൊരു റഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാസം ഒരു 2000 രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ലൊരു ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാനൊരു 12% ഗ്രോത്തേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊരു 20 വർഷം ആകുമ്പോഴേക്കും ഏകദേശം നമുക്ക് ഒരു എന്താ പറയുക ഒരു 20 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ ഈ ഫണ്ട് വളരും 20 വർഷം കഴിയുമ്പോഴേക്കും. ഇനി അതല്ല, ഇനി ഇതൊരു ഡബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ 40 ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ വളരും. അത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റി അനുസരിച്ച് നമ്മുടെയൊക്കെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഈ ഫണ്ട് എത്രയാണെന്ന് വെച്ചാൽ കൂട്ടി നിക്ഷേപിക്കണമെങ്കിൽ ഗോൾഡിലും നല്ലൊരു ഇക്വിറ്റി ഫണ്ടാണ് ഞാൻ പ്രപ്പോസ് ചെയ്യണം. കാരണം വെച്ചാൽ ഇക്വിറ്റി ഫണ്ട് എപ്പോഴും ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. ഇനി അതല്ല, നമുക്ക് കുറച്ചും കൂടി സ്റ്റോക്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നല്ല ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ള ഒരു 5 സ്റ്റോക്ക് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ് ഇൻ ആ 5 സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫണ്ട് അക്യൂമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് 2000 പറഞ്ഞതാണ്. ഇനി നമ്മുടെ ഒരു കപ്പാസിറ്റി ഇതൊരു 10,000 ആണെങ്കിൽ അത് വെച്ച് ചെയ്യുക. അതേമാതിരി നമുക്കിവിടെ 20 വർഷത്തിൽ നമ്മുടെ ഫണ്ട് അക്യൂമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ ഇപ്പോൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മാരേജിന് വേണ്ടി ഫണ്ട് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ ആ റിക്വയർഡ് ടൈമിൽ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു മെത്തേഡ് എനിക്ക് പ്രപ്പോസ് ചെയ്യാനുള്ളത്. എനിക്കിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുന്നു, അതേമാതിരി യൂസ്ഫുൾ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഈ മാരേജിനെ പറ്റി തന്നെ ഒരു വീഡിയോയും കൂടി എനിക്ക് ചെയ്യണമെന്നുണ്ട്. നമുക്ക് അതായിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.